പരിശുദ്ധ റമദാൻ മാസത്തിലെ 27-ാം രാവായ ലൈലത്തുൽ ഖദർ പ്രമാണിച്ച് മഞ്ചേശ്വരത്തെ വിവിധ മസ്ജിദുകളിൽ ഭക്തിസാന്ദ്രമായ പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകളും മതപ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഈ രാവിൽ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളികളിൽ ഒത്തുചേർന്നത്. പരിശുദ്ധ റമദാൻ മാസത്തിലെ 27-ാം രാവായ ലൈലത്തുൽ ഖദർ പ്രമാണിച്ച് മഞ്ചേശ്വരത്തെ വിവിധ മസ്ജിദുകളിൽ ഭക്തിസാന്ദ്രമായ പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകളും മതപ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു. കുഞ്ചത്തൂർ തുമിനാട് മസ്ജിദുന്നൂറിൽ നടന്ന പ്രത്യേക പരിപാടി വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുതിർന്ന പണ്ഡിതൻ KT സിറാജ് പരിപാടിയിൽ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം, റമദാനിലെ അവസാന 10ലെ പ്രാധാന്യം, മനുഷ്യജീവിതത്തിൽ മതത്തിന്റെ ആവശ്യം എന്നിവയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ഈ പരിശുദ്ധ റമദാൻ ഉദാരതയിലോ കുറവ് പറ്റാത്ത മാസമായിരുന്നു. നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ആളുകൾക്കാണ് ഈ റമദാനിൽ നമ്മൾ സ്വതക്ക കൊടുത്തിട്ടുള്ളത്? എത്രയാണ് നമ്മൾ സക്കാത്തിന്റെ വിഹിതം അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്? എത്ര പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ആ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്? സന്തോഷത്തിന് വക നൽകുന്ന ഒരുപാട് നിമിഷങ്ങൾ ഈ മാസത്തിന്റെ ചന്ദ്രക്കല മാനത്ത് തെളിഞ്ഞത് മുതൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്വതക്കകളെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പള്ളിയിലെ ഇമാമുമാർക്ക്, ഒരുപാട് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക്, ഒരുപാട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചോദിക്കാത്ത മിസ്കീനുകളായ ആളുകൾക്ക്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു നിലക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ പേരിൽ ചോദിക്കാൻ വിധിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അത്രയും ദുസ്സഹമായ ആളുകൾക്ക്, വഴിമുട്ടിയ ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുടുംബക്കാർക്ക്, അയൽപക്കത്തുള്ളവർക്ക്, നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക്, നമ്മുടെ നാട്ടിലെ മദ്രസകൾക്ക്, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഇസ്ലാമിക സംരംഭങ്ങൾക്ക് നമ്മൾ കണക്കില്ലാതെ ഈ മാർഗത്തിൽ ധനം ചെലവഴിച്ചത് നമുക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നു. നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഉദ്യാവരം 1000 ജമാഅത്ത് മസ്ജിദ്, കുഞ്ചത്തൂർ പള്ളി, പോസോട്ട്, ഉപ്പള, ഹൊസങ്കടി തുടങ്ങി മഞ്ചേശ്വരത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ജുമാ മസ്ജിദുകളിൽ രാത്രി മുഴുവൻ ആരാധനാ കർമ്മങ്ങൾ നടന്നു. തറാവീഹ് നിസ്കാരത്തിനു ശേഷം ഖിയാമുൽ ലൈൽ, ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനകൾ എന്നിവ നടന്നു. മസ്ജിദുന്നൂർ ഉൾപ്പെടെയുള്ള മിക്ക പള്ളികളിലും പ്രാർത്ഥനയ്ക്കെത്തിയ ഭക്തർക്കായി അത്താഴം സൗകര്യവും ഒരുക്കിയിരുന്നു. പുണ്യരാത്രിയുടെ ഭാഗമായി മിക്ക പള്ളികളും വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമായിരുന്നു. പുലർച്ചെ വരെ പള്ളികൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു നിന്നു. മഞ്ചേശ്വരത്തുടനീളം ആത്മീയമായ അന്തരീക്ഷമാണ് ദൃശ്യമായത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.